ആരിഫ് എം പി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം പി, ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ആലപ്പുഴയിൽ 2 യുവാക്കളെ ഈ മാലിന്യം നിക്ഷേപിക്കാൻ എത്തിയ സംഘം അവരെ പിന്തുടർന്ന് വാഹനം ഇടിപ്പിച്ച് അവരെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. മറ്റൊന്നുമല്ല, ഇവർ ചെയ്തത് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത്, കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നത് വാഹനത്തെ അവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഉയരുന്ന ആരോപണം. ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇത്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്ത് ഇടപെടലാണ് നമുക്ക് നടത്താൻ കഴിയുക? ഇന്ന് രാവിലെയാണ് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് എന്നെ അറിയിക്കുന്നത് ഇന്ന് രാവിലെയാണ്. അപ്പൊ ഏത് സ്റ്റേഷനാണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പൊ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോർത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാം എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ രാവിലെ തിരക്കാരണം പറഞ്ഞില്ല. ഇപ്പൊ പറയാനുള്ള ശ്രമത്തിലായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ചോദ്യം വന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നിലവിൽ സംവിധാനങ്ങൾ ഉള്ളതാണ്. ആ സംവിധാനങ്ങൾ ഉള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പൈസയാണ് ഇവർ വാങ്ങിക്കുന്നത്. ഇത് സംസ്കരിക്കുന്നതിന് മറ്റേ എറണാകുളത്തും മറ്റൊക്കെ സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുണ്ട്. ഉള്ളിടത്തോളം സൗകര്യങ്ങൾ വിനിയോഗിക്കുക അല്ലാതെ ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ച് പബ്ലിക്കിന് ദോഷം വരുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റം അനുസരിച്ച് വാഹനത്തിന്റെ ഓടിക്കുന്നവരെയും എല്ലാം പേരിലുള്ള ക്രിമിനൽ കുറ്റം സാധാരണഗതിയിൽ എടുക്കാറുണ്ട്. അത് വളരെ സിവിയറായിട്ട് തന്നെയാണ് പോലീസ് അത് കൈകാര്യം ചെയ്യാറ് പതിവുള്ളത്. ഇവിടെ അത്തരത്തിലൊരു മാഫിയ സംഘം പോലെ പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ഇങ്ങനെ ഒഴുക്കുന്നത് ചിത്രീകരിച്ച 2 ചെറുപ്പക്കാരെ അപായപ്പെടുത്തി കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള വിവരങ്ങൾ. അത് വസ്തുതയാണെങ്കിൽ തീർച്ചയായും അങ്ങേയറ്റം അപലപനീയമായ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. തീർച്ചയായും കുറ്റക്കാരുടെ പേരിൽ വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ്. അടിയന്തരമായി പോലീസ് അധികാരികളുമായി ഞാൻ ബന്ധപ്പെടുന്നതാണ്. വളരെ നന്ദി അത്തരമൊരു ഇടപെടൽ. ഒപ്പം എം പി, ഒരു കാര്യം കൂടി, നമ്മൾ ഈ പൊതു ഇടത്തെ മാലിന്യ സംസ്കരണം ഒഴിവാക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ കൂടി ശ്രദ്ധ വേണമെന്ന് സർക്കാർ ഒരു നിർദ്ദേശമായി തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാവാം ഇത്ര യുവാക്കളൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദേശീയപാതകളിലൊക്കെ സംഭവിക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ ഇങ്ങനെ ഇത്തരം ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പെട്രോളിങ്ങോ അല്ലെങ്കിൽ മറ്റു പരിശോധനകളോ അല്ലെങ്കിൽ CCTV ക്യാമറകളുടെ ഇടപെടലോ ഇങ്ങനെയൊക്കെ വേണ്ടി വരില്ലേ നമുക്കിതിൽ? തീർച്ചയായിട്ടും ഇതിപ്പോ പെട്രോളിംഗ് പോലീസിന്റെ ഉണ്ടാവണം. CCTV വെച്ചാൽ ഇവര് ഉടനെ തന്നെ CCTV മറയ്ക്കുന്ന രൂപത്തിലുള്ള ചില ഇടപെടൽ നടത്തുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്തോ സാങ്കേതിക സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയാണ് ഇവര് CCTV ദൃശ്യങ്ങൾ മറക്കുന്നത്. തന്നെയല്ല, ഇത് കൊണ്ടുവരുന്ന ഈ മാലിന്യം നിറച്ച വാഹനങ്ങളുടെ അത് ഒഴുക്കുന്ന സമയത്ത് ഇവരെല്ലാം മുഖംമൂടി ധരിച്ച് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെയും അതുപോലെ തന്നെ വാഹനത്തിന്റെ നമ്പർ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത നിലയിൽ മറച്ചിരിക്കുകയും ചെയ്യും. അപ്പൊ ആരാണ്, ഏത് വാഹനമാണ് എന്ന് നമ്മൾ CCTV നോക്കിയാൽ കാണാൻ കഴിയാത്ത വിധമുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ എടുത്തിട്ടാണ് ഈ ദ്രോഹപ്രവൃത്തി ഇവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് CCTV മാത്രം ആശ്രയിക്കാൻ പറ്റത്തില്ല, പെട്രോളിംഗ് പോലീസിനെ മാത്രം ആശ്രയിക്കാൻ പറ്റത്തില്ല. അത് ഇവിടെ സർക്കാർ പറഞ്ഞതുപോലെ പബ്ലിക്കിന്റേതായ ഒരു ജാഗ്രതയും ഇക്കാര്യത്തിൽ ഉണ്ടാവണം. അത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ഭീഷണികൾ വന്നാൽ അതിനെയും നമ്മൾ പൊതുവായി നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിടേണ്ടി വരും. വളരെ നന്ദി. എന്തായാലും എം പി നിലപാടെടുത്താൽ താങ്കൾ വേഗത്തിൽ പോലീസുമായി ബന്ധപ്പെടുക. ഈ യുവാക്കൾക്ക് നീതി കിട്ടണം. ഒപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള പോലീസിന്റെ ഇടപെടൽ അവിടെ ശക്തമാവട്ടെ. ശരണ്യ.